ഹായ്. നമ്മൾ നാട്ടിലിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് എങ്ങനെയെങ്കിലും ഒന്ന് വിദേശ രാജ്യത്തെത്തണം, നല്ല രീതിയിൽ സെറ്റിൽ ആവണം, നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ സഹായിച്ച് മുമ്പോട്ട് പോകണം. പക്ഷേ ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ സമയം ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ മറ്റൊരു ജോലി കൂടെ കണ്ടെത്തി അങ്ങനെ ജോലിക്ക് പോകുന്നു. ഇങ്ങനെ നമ്മുടെ നല്ല ഫാമിലി സമയങ്ങൾ, നല്ല ഒക്കേഷൻസ് എല്ലാം നമുക്ക് മിസ്സായിക്കൊണ്ടിരിക്കുന്നു. അത് കഴിയുമ്പം കുറേ കഴിയുമ്പോൾ അവർക്ക് ഓക്കെ എങ്കിൽ ഒരു ജോലിക്കായിട്ട് വേണ്ടേ അതും വാങ്ങിച്ചെടുക്കുന്നു. അപ്പോഴാണ് തോന്നുന്നത് എന്തിനും വഴി കിടന്ന പാമ്പിനെ എടുത്ത് കഷത്തി വെച്ചെന്ന്. അവിടെ വീണ്ടും അസ്വസ്ഥത, മറ്റു പല കാര്യങ്ങളൊക്കെ. ഇങ്ങനെ പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയായിരുന്നു ഞാനും. എൻ്റെ പേര് റെജീന. ഞാൻ UK നേഴ്സ് മാനേജറായി വർക്ക് ചെയ്യുന്നു. ഞാൻ 20 വർഷമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്. നിങ്ങൾ വിചാരിക്കും ഓ ഇത്രയും വർഷമാണ്. പക്ഷേ ഇവിടുത്തെ ചിലവുകളും മറ്റു പല കാര്യങ്ങളും കഴിയുമ്പോൾ ആകെ ഒരു ശൂന്യത. എനിക്ക് തോന്നി ഇക്കണക്കിന് പോയാൽ പെൻഷനില്ല, പെൻഷൻ പ്രായം കഴിഞ്ഞാലും ജോലി ചെയ്യേണ്ട അവസ്ഥയാണ്. കാരണം ചിലവുകളൊക്കെ ഓരോ ദിവസം ചിലന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു. ഇതിനൊരു പരിഹാരം കാണണം. അങ്ങനെ എനിക്ക് എൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ച് അന്വേഷിച്ച് പഠിച്ച് മനസ്സിലാക്കി. ഇത് അനേകരുടെ ലൈഫ് ചേഞ്ച് ചെയ്തതാണ്. ഇതിനൊരു 1-to-1 മെൻറ്റർ, ഒരു കോച്ച് നമ്മുടെ സഹായത്തിനുണ്ട്. ഇത് നിയമാനുസൃതമാണ്. ഇത് നമുക്ക് മക്കളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് ലോകത്തിൻ്റെ എവിടെ ഇരുന്ന് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിനൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. നമ്മുടെ ചെറിയ സമയങ്ങൾ 1-2 മണിക്കൂറുകൾ കൊടുത്താൽ നമുക്ക് നല്ല ഒരു മാറ്റം വരുത്താൻ പറ്റും നമ്മുടെ ജീവിതത്തിന്. ദിസ് വാസ് എ ബ്ലെസ്സിങ് ഫോർ മീ. ദിസ് ചേഞ്ച് മൈ ലൈഫ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലൂടെ കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. അല്ലെങ്കിൽ താഴെ കാണുന്ന എൻ്റെ അൺമോർ ബട്ടണിൽ ഞെക്കുക. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഞാൻ പോയ അവസ്ഥയിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും എന്നെപ്പോലെ മാറ്റം വരുത്താൻ പറ്റും. നിങ്ങൾ ചിന്തിക്കുക, നമ്മുടെ കഷ്ടതകളൊക്കെ നമ്മുടെ സ്വന്തമാണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് മാറ്റം വേണോ വേണ്ടെന്ന്. അതുകൊണ്ട് ടുഡേ ഈസ് യുവർ ഡേ ആൻഡ് തിങ്ക് അബൌട്ട് ദിസ്. All the best and see you soon.